ഒരു സമയത്താണ് ലൂയിസിനും ആഡ്ലിനും ഈ രാത്രി കാലങ്ങളിൽ ദുസ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്യാമെന്ന് ലൂയിസിന് ആഡ്ലിൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലൂയിസും ആഡ്ലിനും ഇവിടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ലൂയിസിന് ഡേവിഡിനിടയിൽ ഒരു റൊമാൻറ്റിക് ഒക്കെ വർക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ലൂയിസ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഡേവിഡ് ആഡ്ലിനെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നും അതുകൂടാതെ ഇയാൾ ഫിസിക്കലി ഇയാളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഡേവിഡിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഡേവിഡ് അതൊക്കെ എതിർക്കാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ആഡ്ലിൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ആഡ്ലിൻ ഒരു വെൽത്തി ഫാമിലിയിലത്തെ കുട്ടിയാണ്. ഒരു ദിവസം ഇവളുടെ പാരൻസ് ഒരു ഫയർ ആക്സിഡന്റിൽ മരിക്കുകയാണ്. ഒരു സമയത്ത് ഡേവിഡാണ് ഇവളെ രക്ഷിച്ചിട്ട് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു സമയത്ത് ഇവൾ റോബ് എന്ന് പറയുന്ന ഒരു പയ്യനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ റോബിന് എന്താണ് പറ്റിയതെന്ന് പറയുന്നില്ല. തുടക്കത്തിൽ വളരെ നല്ലൊരു ഫാമിലിയാണ് ആഡ്ലിന്റെയും ഡേവിഡിന്റെയും എന്നാണ് ലൂയിസ് വിചാരിച്ചിരുന്നെങ്കിലും പിന്നെ എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഇവർക്കിടയിലുണ്ട് എന്ന് ലൂയിസിന് മനസ്സിലായി തുടങ്ങാണ്. ഇവിടെ വെച്ചിട്ട് ഞാൻ കഥ അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് സ്പോയിലർ ആയി പോകും. ഈ ഒരു പുസ്തകത്തെ ഇത്രയധികം പോപ്പുലർ ആക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിന്റെ എൻഡിങ് ആണ്. നമ്മൾ എത്രയൊക്കെ ഊഹിച്ചാലും എത്തിച്ചേരാൻ കഴിയാത്തത്ര വിചിത്രവും ഞെട്ടിക്കുന്നതായിട്ടുള്ള ക്ലൈമാക്സ് ആണ് ഇതിനകത്തുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് 3 കഥാപാത്രങ്ങളാണ് ഉള്ളതെങ്കിലും അവരൊക്കെ നമ്മളെ പലപ്പോഴും പറ്റിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട, ആരാണ് ക്രൂരൻ, ആരാണ് ഇവിടെ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നത് നമ്മളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് തോന്നി തുടങ്ങും. ഈ ഒരു പുസ്തകം വായിച്ച് പകുതി ആകുമ്പോൾ തന്നെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുമെങ്കിലും ഇതിന്റെ എൻഡിങ്ങിലാണ് ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ഒരു കാര്യം മാത്രമാണ് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഡോണ്ട് ട്രസ്റ്റ് ദിസ് ബുക്ക്, ഡോണ്ട് ട്രസ്റ്റ് ദിസ് സ്റ്റോറി, ഡോണ്ട് ട്രസ്റ്റ് യുവർ സെൽഫ്. ഞാൻ ഈ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോധ്യപ്പെടും. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഒരു പുസ്തകം വായിച്ചു തീർന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് എന്നോട് പറയണം. അതുപോലെ തന്നെ ഈ ഒരു പുസ്തകം വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.